ഇത് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത്. സമ്പൂർണ്ണ ശുചിത്വ മാലിന്യ സംസ്കാരത്തിലേക്ക് ചുവടുവയ്ക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ വലിയ പഞ്ചായത്തുകളിൽ ഒന്ന്. ഹരിതസുന്ദരമായ ഈ പഞ്ചായത്ത് കോട്ടയം നഗരത്തിന്റെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. 50,000-ഓളം ജനസംഖ്യയുള്ള ഈ പഞ്ചായത്തിൽ 23 വാർഡുകളാണ് ഉള്ളത്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രസിഡന്റ് ശ്രീമതി ആനി മാമന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒത്തൊരുമയോടെ സജീവമായി പ്രവർത്തിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വ പരിപാലനം എന്നിവയ്ക്ക് പ്രത്യേകമായ ശ്രദ്ധ ഭരണസമിതി നൽകുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എബിസൺ കെ എബ്രഹാം പറയുന്നത് കുറിച്ചെടുക്കുകയാണ് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും നേരിട്ട് നടത്തുന്ന അപൂർവം പഞ്ചായത്തുകളിലൊന്നായ പനച്ചിക്കാട് പഞ്ചായത്തിലെ അത്തരമൊരു അവലോകന യോഗമാണ് ഇത്. ഹരിതകർമ്മസേനാ അംഗങ്ങളെ കേട്ട് പൊതുജനം നേരിടുന്ന മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവ ഫലപ്രദമായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൂട്ടായി ആലോചിച്ച് നിർദ്ദേശങ്ങൾ കൈമാറുന്നു. സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരമുള്ള പഞ്ചായത്താകുവാൻ ഒത്തൊരുമിക്കുന്ന ഈ ദൃശ്യം വേറിട്ട ഒരു ചുവടുവയ്പ്പാണ്. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണവും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗവും. മാലിന്യങ്ങൾ തുറസായ പൊതു ഇടങ്ങളിൽ ഉപേക്ഷിക്കുന്നത് മാരകമായ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ദോഷകരമായ വസ്തുക്കൾ കത്തിക്കുന്നത് ക്യാൻസറിനും മറ്റ് ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാകുന്നു. മാലിന്യങ്ങൾ അലസമായി വലിച്ചെറിയുന്നത് മൂലം ജലാശയങ്ങൾ മലീമസമാകുന്നു. തന്മൂലം ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ മാരകമായ രോഗങ്ങൾ വർദ്ധിക്കുന്നു. ഈ പ്രവണത യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇല്ലാതാക്കുവാനും കുറ്റക്കാരെ കണ്ടെത്തി പിഴശിക്ഷയോടൊപ്പം ബോധവൽക്കരണവും നടത്തി നമ്മുടെ നാടിനെ ശുചിത്വ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ശരിയായ മാലിന്യ സംസ്കരണ രീതികൾ ഇല്ലാതിരുന്നതിനാൽ വലിയ വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിനെ ശുചിത്വ സംസ്കാരത്തിലേക്ക് എത്തിക്കാനാണ് ഹരിതകർമ്മസേന ജാഗരൂകമായി പ്രവർത്തിക്കുന്നത്. ശുചിത്വ സംസ്കാരത്തെപ്പറ്റി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം.പി. രാജേഷ്. പ്രിയപ്പെട്ടവരെ, മാലിന്യമുക്ത നവകേരളം എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തി നാം ഒറ്റക്കെട്ടായി ഇപ്പോൾ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് പൂർണ്ണ ശുചിത്വമുള്ള, വൃത്തിയുള്ള, മാലിന്യം, പാഴ്വസ്തുക്കൾ തെരുവിൽ വലിച്ചെറിയാത്ത, എവിടെയും അത് കുന്നുകൂടി കിടക്കാത്ത ഒരു കേരളം എന്ന ലക്ഷ്യം അസാധ്യമായ ഒന്നല്ല. അത് നമുക്ക് കൈവരിക്കുക തന്നെ വേണം. ഏതെങ്കിലും കാലത്ത് കൈവരിക്കണമെന്നല്ല, ഒരു വർഷത്തിനുള്ളിൽ നമുക്കത് കൈവരിക്കാനാവണം. ആ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ കേരളം ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജൈവമാലിന്യം, അതായത് ഭക്ഷ്യമാലിന്യം പോലെ അഴുകുന്ന മാലിന്യം അതാതിടത്ത് തന്നെ സംസ്കരിക്കുക എന്നതാണ്. ഗാർഹിക തലത്തിൽ തന്നെ കഴിയുന്നതും സംസ്കരിക്കണം. അത് ഒട്ടും അസാധ്യമായ കാര്യമല്ല. നമുക്ക് ഒരു ലളിതമായ കാര്യം ഓർത്താൽ മതി. പണ്ടൊന്നും ഒരു 50 or 60 കൊല്ലം മുമ്പ് പോലും കേരളത്തിലെ എല്ലാ വീടുകളിലും ശുചിമുറി ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി പിന്നിലേക്ക് പോയാൽ മനുഷ്യ വിസർജ്യം, തോട്ടികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ തലയിൽ ചുമന്നു കൊണ്ടുപോയി കളയുകയാണ് ചെയ്തിരുന്നത്. വിസർജ്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലം
പുരോഗമിച്ചപ്പോൾ, സമൂഹം മാറി, കൂടുതൽ പരിഷ്കൃതരായി മാറി. അപ്പോഴാണ് എല്ലാ വീട്ടിലും ശുചിമുറി എന്നത് വന്നത്. യഥാർത്ഥത്തിൽ എല്ലാ വീട്ടിലെയും ശുചിമുറി ഗാർഹിക തലത്തിൽ ഉള്ള ഒരർത്ഥത്തിലുള്ള മാലിന്യ സംസ്കരണമാണ് അവിടെ നടക്കുന്നത്. അത് സാധ്യമാണെങ്കിൽ എല്ലാ വീട്ടിലും ഒരു പൈപ്പ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ കിച്ചൺ ബിൻ ഉപയോഗിച്ചുകൊണ്ട് ജൈവമാലിന്യങ്ങളും ഭക്ഷ്യമാലിന്യങ്ങളും സംസ്കരിക്കുക എന്നത് എത്രയോ നിഷ്പ്രയാസമാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ജൈവമാലിന്യങ്ങൾ അതാത് വീടുകളിൽ തന്നെ കഴിയുന്നത്ര സംസ്കരിക്കാൻ നമുക്ക് കഴിയണം. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇന്നാരും മനുഷ്യവിസർജ്യം മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുന്നില്ല. അത് എത്ര സംസ്കാരശൂന്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അവനവൻ്റെ വീട്ടിലുണ്ടാകുന്ന ഭക്ഷ്യമാലിന്യം ഉൾപ്പെടെയുള്ള അഴുകുന്ന മാലിന്യങ്ങൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുന്നത്. അതും വീടുകളിൽ തന്നെ സംസ്കരിക്കണം. അതിന് തദ്ദേശ സ്ഥാപനങ്ങൾ കിച്ചൺ ബിൻ ഇപ്പോൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ പഞ്ചായത്തുകളിലും നഗരസഭകളിലും തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് പൈപ്പ് കമ്പോസ്റ്റ്, സോക്ക് പിറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താം. സ്വന്തം നിലയിലും ഇത് ചെയ്യാവുന്നതാണ്. അപ്പം അത് നിർബന്ധമാക്കണം. ഇനി എവിടെയെങ്കിലും വലിയ നഗരങ്ങളിൽ ഒരുപക്ഷെ എല്ലാ വീട്ടിലും ചെയ്യാൻ തടസ്സമുണ്ടെങ്കിൽ അത് തുമ്പൂർ മൊഴി മാതൃകയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളിലൂടെ അതാത് വാർഡിൽ പരമാവധി അതാത് തദ്ദേശ സ്ഥാപനത്തിൽ അതിന് പുറത്ത് പോകില്ല എന്നുറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീടുകളിൽ ധാരാളം അജൈവ പാഴ്വസ്തുക്കൾ ഉണ്ടാവും. അതെല്ലാം മാലിന്യമല്ല യഥാർത്ഥത്തിൽ, പക്ഷെ നമുക്കാവശ്യമില്ലാത്തതാണ്. നാം ഇപ്പോൾ ശീലിക്കുന്നൊരു കാര്യം, നമുക്കാവശ്യമില്ലാത്തത് ഒന്നുകിൽ തെരുവിൽ വലിച്ചെറിയുക, അല്ലെങ്കിൽ ചിലരെങ്കിലും സ്വീകരിക്കുന്നത് പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ചു കളയുക എന്നതാണ്. അത് വളരെ മാരകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ്. തെരുവിൽ വലിച്ചെറിയുന്നതും പരിസ്ഥിതിക്ക് ദോഷമാണ്, രോഗങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കാൻ കാരണമാണ് എന്ന് ഇതിനകം തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് ശേഖരിക്കാൻ ഇന്ന് കേരളത്തിലൊരു സംവിധാനമുണ്ട്. അതിൻ്റെ പേരാണ് ഹരിതകർമ്മസേന. 33,000 ഹരിതകർമ്മസേനാംഗങ്ങൾ വീടാന്തരം കയറി ഇത് ശേഖരിക്കുന്നുണ്ട്. ആ ഹരിതകർമ്മസേനയെ ചിലരെങ്കിലും ആക്ഷേപിക്കുകയും അവർക്ക് പാഴ്വസ്തുക്കൾ കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതയുണ്ട്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഹരിതകർമ്മസേന ശുചിത്വ കേരളം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഉള്ള പോരാട്ടത്തിലെ നമ്മുടെ സൈന്യമാണ്. അതിനെ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാ നിലയിലും സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും. ഹരിതകർമ്മസേന അംഗങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നത്, അവർക്ക് യൂസർ ഫീ കൊടുക്കാതിരിക്കുന്നതൊക്കെ കുറ്റകരമായ കാര്യമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയണം. അപ്പോൾ ഹരിതകർമ്മസേന വീട്ടിൽ വരുമ്പോൾ അവർ നിശ്ചയിച്ച കലണ്ടർ പ്രകാരം, ആ കലണ്ടർ എല്ലാ വീടുകളിലും തന്നിട്ടുണ്ട്, ആ കലണ്ടർ പ്രകാരമാണ് ഈ അജൈവ പാഴ്വസ്തുക്കൾ സ്വീകരിക്കുക. അതവർ കൊണ്ടുപോകും, MCFകളിൽ വെച്ച് തരംതിരിക്കും, പിന്നീട് സംസ്കരിക്കാനായി വിവിധ ഏജൻസികൾക്ക് കൈമാറും. ഇതാണ് പിന്തുടരുന്ന ഒരു രീതി. അപ്പോൾ ചിലരെങ്കിലും യൂസർ ഫീ, ഹരിതകർമ്മസേനയ്ക്ക് ഒരു ചെറിയ യൂസർ ഫീ കൊടുക്കേണ്ടതുണ്ട്. അതാത് തദ്ദേശ സ്ഥാപനമാണ് നിശ്ചയിക്കുന്നത്. അത് ലാഭിക്കാനായി ഹരിതകർമ്മസേനയ്ക്ക് പാഴ്വസ്തുക്കൾ കൈമാറാതിരിക്കുന്ന പ്രവണതയുണ്ട്. ഹരിതകർമ്മസേനയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണം നടത്തുന്നുണ്ട്. അതെല്ലാം വലിയ കുറ്റകരമായിട്ടുള്ള കാര്യമാണെന്നും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും ഇതിനകം തന്നെ ചില സംഭവങ്ങളിൽ നിന്ന് മനസ്സിലായി കാണും. ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയിൽ ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറാൻ വിസമ്മതിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചപ്പോൾ അവർ ജയിലിലടയ്ക്കപ്പെട്ട അനുഭവം ഉണ്ട്. അപ്പോൾ നിയമപരമായ പിന്തുണയും പിൻബലവും ഇതിനുണ്ട് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന
മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിന്റെ അപര്യാപ്തത പരിഹരിക്കാൻ ആധുനിക രീതിയിലുള്ള പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കോട്ടയം MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ. മാലിന്യ നിർമ്മാർജ്ജനം വളരെ ശാസ്ത്രീയമായി നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ് പൊതുവെ ജനങ്ങളുടെ ആഗ്രഹം. നമ്മുടെ നാട്ടിൽ ധാരാളം സ്ഥലങ്ങളുണ്ടാവുകയും ഭവനങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്തിരുന്നപ്പോൾ അന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ ഒരു ഗൗരവതരമായി ആരും പരിഗണിച്ചിരുന്നതേയില്ല. അതുകൊണ്ട് നമ്മളുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ വലിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് എറിയുക, മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി നടപടിയെടുക്കാതിരിക്കുക, ഇതുപോലുള്ള പഴയ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീടുകളുടെ എണ്ണം കൂടിയെന്ന് മാത്രമല്ല, മാലിന്യ കൂമ്പാരം പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്യണം. പ്ലാസ്റ്റിക് മാലിന്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കടകളിൽ പോയി സാധനം വാങ്ങുമ്പോൾ ഭവനത്തിലേക്ക് പോകാൻ വേഗത്തിൽ നമുക്കിത് എല്ലാം കൂടി ചേർന്ന് ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് ഇട്ട് തരികയാണ്. അവസാനം ഈ പ്ലാസ്റ്റിക് കൂട് നമ്മളുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് അട്ടിയെടുക്കുന്ന സാഹചര്യം വരും. ഇത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടായേ മതിയാവും. ആ നടപടി കേരളത്തിലൊട്ടാകെ ഉണ്ടാകണം. കാരണം കേരളം ഒരു സംസ്കാര സമ്പന്നമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചതാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഉപയോഗം കൊണ്ട് കേരളത്തെ നമുക്ക് അസംസ്കൃതമാക്കി കൊണ്ടുപോകാതിരിക്കണം. അതിനു വേണ്ടിയാണ് ശ്രമം ഉണ്ടാകേണ്ടത്. യഥാർത്ഥത്തിൽ അതിനൊരു പുതിയ മൂവ്മെൻ്റ് ഉണ്ടാകണം. അതിനാണ് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഈ മാലിന്യ ശേഖരണത്തിന് വേണ്ടി നല്ല പരിഷ്കൃതമായ രൂപത്തിലുള്ളൊരു നടപടിയെടുക്കുന്നത്. ഈ നടപടിക്ക് നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ, പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സാമൂഹിക നേതാക്കന്മാർ, ഞാൻ അവരെ എല്ലാവരെയും സത്യം പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി അഭിനന്ദിക്കുകയാണ്. ഈ പ്രവർത്തനം നമുക്ക് കേരളത്തിൻ്റെ ഒരു തനത് ശൈലിയാക്കി മാറ്റാൻ കഴിയണം. ആ സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഇവിടെ ആരംഭിക്കുന്ന ഈ നടപടിക്ക് എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. നമ്മളുടെ വൃത്തിയെക്കുറിച്ചുള്ള സങ്കല്പത്തിന് ഒരു പുതിയ പ്രാക്ടിക്കൽ രൂപം ഉണ്ടാക്കാൻ ഈ നടപടിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. ശരിയായ മാലിന്യ സംസ്കരണ രീതികൾ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലും നടപ്പാക്കാൻ ഡോക്യുമെൻ്ററി ടീം തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ഗുരുവായൂർ എന്നീ നഗരസഭകളുടെ MCF യൂണിറ്റുകൾ സന്ദർശിച്ചു. ഭക്ഷണാവശിഷ്ടം സംസ്കരിച്ച് വളമാക്കുന്ന യൂണിറ്റ്, പ്ലാസ്റ്റിക്, കുപ്പിച്ചില്ല്, ചെരുപ്പ് എന്നിവയൊക്കെ വേർതിരിക്കുന്ന യൂണിറ്റ്, കാർബൺ തുലിത ഗ്രീൻ പാർക്ക് പദ്ധതി എന്നിവയെല്ലാം മാലിന്യം എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് മനസ്സിലാക്കി തരുന്നവയാണ്. ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഹരിതകർമ്മസേനയിലെ വനിതകൾ തന്നെയാണ് ബെയിലിംഗ് മെഷീനിൽ അവ കംപ്രസ് ചെയ്യുന്നതും. ഇത്തരം പ്രവർത്തനങ്ങൾ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലും നടപ്പാക്കി 2024 മാർച്ച് 31-നകം സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്താക്കി മാറ്റുവാൻ ഭരണസമിതി പ്രയത്നിക്കുന്നു. കാലങ്ങളായി മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയ ഇല്ലാതായതുമൂലം പ്രവർത്തനം നിലച്ചുപോയ ഒരു ഡംപിംഗ് യാർഡാണ് ഇത്. ഭൂമിയിൽ ഒരിക്കലും അലിഞ്ഞു ചേരാത്ത ടയറുകൾ, കുപ്പിച്ചില്ലുകൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയെല്ലാം മനുഷ്യരാശിയുടെ കണ്ണു തുറപ്പിക്കാൻ ഉതകുന്നവയാണ്. ഇത് ഇപ്പോൾ വളരെയധികം പണം മുടക്കി ശ്രമകരമായി വേർതിരിച്ച് സംസ്കരിക്കുവാൻ യന്ത്രസഹായവും കഠിനാധ്വാനവും ആവശ്യമായി വന്നിരിക്കുന്നു. പുനരുപയോഗിക്കാനാവാത്ത ഇവ സിമന്റ് ഫാക്ടറികളുടെ ഫർണസിലിട്ട് കത്തിച്ചു കളയുകയാണ് ഏകമാർഗം. സൈറ്റ് എഞ്ചിനീയർ പറയുന്നത് ഇങ്ങനെ: ഇവിടെ ബയോമൈനിങ് പ്രോസസ്സാണ് നടക്കുന്നത്. കമ്പനീൻ്റെ പേര് MCK കുട്ടി എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ ഫസ്റ്റായിട്ടാണ് കമ്പനി ഡയറക്റ്റ് വന്നിട്ട് എടുക്കുന്നത്. അതർ സ്റ്റേറ്റ് തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, അഹമ്മദാബാദ് എന്ന സ്റ്റേറ്റ്സിലാണ് കമ്പനി ചെയ്യുന്നത്. ഈ ബയോമൈനിങ്ങിൻ്റെ പ്രോസസ്സ് പറഞ്ഞാൽ ലെഗസി വേസ്റ്റാണ്. ലെഗസി വേസ്റ്റ് ബയോമൈൻ ചെയ്തിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എല്ലാം മെറ്റീരിയൽസ് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ മെറ്റാലിക് സെപ്പറേറ്റർ വെച്ചിട്ട് മെറ്റൽസ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ട്രൊമ്മൽസിൻ്റെ സീവിങ് ആണ്. മണ്ണ് വേറെ ഒരു 25 mm സീവിൻ്റെ താഴത്തുള്ള മണ്ണ് മാത്രം ഒരു ഗുഡ് എർത്ത്
ഒരു ഫസ്റ്റത്തെ മെറ്റീരിയൽ പറഞ്ഞ ഗുഡ് എർത്ത് മാത്രം ഒരു സൈഡിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള പ്രോസസ്സിങ് മാനുവലി സോർട്ട് ഔട്ട് ചെയ്തിട്ട് ചെരുപ്പ്, അതുപോലെ തന്നെ ചെരുപ്പ്, ഗ്ലാസ്, റക്സിൻസ്, തുണികൾ, അതുപോലെ തന്നെ കല്ല്, പ്ലാസ്റ്റിക്സ്, അങ്ങനെ ഏകദേശം ഒരു 12ഓളം ഐറ്റംസ് നമുക്ക് ഇതിൽ നിന്ന് വേർതിരിച്ച് കിട്ടുന്നുണ്ട്. ഇതിൽ നിന്നുള്ള ഈ പ്ലാസ്റ്റിക്സ് ഒരു 50 വർഷമായിട്ട് ഇവിടെ കടന്നിട്ട് ഒന്നിനും റീയൂസബിൾ അല്ലാത്ത പ്ലാസ്റ്റിക്സാണ്. RDF ആണ് പറയും. ആ RDF ഞങ്ങൾ തമിഴ്നാട്ടിലുള്ള ഡാൽമിയ സിമെൻറ്റ്സ് പോയിട്ട് ഡിസ്പോസ് ചെയ്യാണ്, കത്തിച്ച് കളിയാണ്. വേറൊരു ഓപ്ഷൻസ് അതിനുള്ള റീയൂസ് ഇല്ല. ഈ ഒരു ഡംപിങ് സൈറ്റ് കൊണ്ടുള്ള ആഘാതം പറഞ്ഞാൽ ലീച്ചറ്റ്, ഒരു റെയിനി സീസൺ വന്നാൽ ഇതിൽ നിന്നുള്ള ലീച്ചറ്റ് അടുത്തുള്ള കിണറുകളിൽ വാട്ടർ ബോഡീസ് കണ്ടാമിനേറ്റ് ആവും. അതുപോലെ തന്നെ എയർ ക്വാളിറ്റി ഏകദേശം കണ്ടാമിനേറ്റ് ആണ്. അതാ ഈ ഡംപിങ് യാർഡിനോടുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പം ഇന്ത്യ മൊത്തം ഒരു 3000ഓളം ഡംപിങ് സൈറ്റുകളുണ്ട്. ഇപ്പോൾ 2016 റൂൾ പ്രകാരം ഈ ബയോമൈൻ ചെയ്തിട്ട് എല്ലാ ഡംപിങ് യാർഡും ഫുൾ റീക്ലെയിം ചെയ്തെടുക്കണം എന്നാണ്. ജില്ലയിലെ തന്നെ മാലിന്യം നിറഞ്ഞ വൃത്തിഹീനമായ പല സ്ഥലങ്ങളും ഞങ്ങൾ സന്ദർശിച്ചു. അലക്ഷ്യമായുള്ള ഈ വലിച്ചെറിയൽ ശീലം മൂലം ജലമലിനീകരണം ഉണ്ടാകുന്നു. തെരുവ് നായ ശല്യം വർദ്ധിച്ച് മനുഷ്യരാശിക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നു. കൂടാതെ ഇവയെല്ലാം മാരക രോഗങ്ങൾക്കും കാരണമാകുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും കേരള സർക്കാരിൻ്റെയും ഉത്തരവുകളുടെ പശ്ചാത്തലത്തിലുള്ള അതീവ പ്രാധാന്യമുള്ള ഭരണസമിതി യോഗം പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടക്കുകയാണ്. വാർഡ് തലത്തിൽ ഓരോ വീടുകളിലുമെത്തി ക്ലസ്റ്ററുകൾ തിരിച്ച് ശരിയായ രീതിയിലുള്ള മാലിന്യ സംസ്കരണം, ശുചിത്വ സംസ്കാരം എന്നിവ ജനങ്ങൾക്ക് പകർന്നു നൽകാൻ ഭരണസമിതിയിലെ എല്ലാ മെമ്പർമാരും പ്രത്യേകം കർമ്മപദ്ധതി തയ്യാറാക്കി അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഇത്തരം യോഗത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നു. ആയതിനാൽ വിശദവും ഗൗരവമേറിയതുമായ ആസൂത്രണം ഇവിടെ നടപ്പാവുകയാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സെക്രട്ടറി എന്നിവർ ഇത് പ്രത്യേകമായി മോണിറ്റർ ചെയ്യുന്നു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഒരു പുതിയ കാൽവയ്പ് നടത്തുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് നിയമപരമായ അറിവും വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്ത് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കാമെന്നും ഉത്തരവുകളുടെ വെളിച്ചത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി വിശദമാക്കുകയാണ് ഇവിടെ. മാലിന്യ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനെപ്പറ്റിയും ശുചിത്വ സംസ്കാരം പഞ്ചായത്തിൽ നടപ്പാക്കുന്നതിനെപ്പറ്റിയും കക്ഷി നേതാക്കളായിട്ടുള്ള മെമ്പർമാർ പറയുന്നത് ഇപ്രകാരമാണ്. മാലിന്യം അപകടകരമായ സ്ഥിതിയിൽ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് മാലിന്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി പഞ്ചായത്തുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ പരമാവധി ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുകയും അല്ലാത്ത മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെ കൊടുത്തുകൊണ്ടും ഇത് വിജയിപ്പിക്കുക എന്നുള്ള പ്രധാനമായി. നമ്മുടെ ഗ്രാമപ്രദേശത്തിൻ്റെ പ്രത്യേകത മനുഷ്യൻ്റെ ജീവിത രീതിയിൽ വലിയ വ്യതിയാനമുണ്ടായി. പണ്ട് കടകളിൽ പോകുമ്പോൾ കൊട്ടയും പെട്ടിയായിട്ട് പോകുന്ന ആളുകളിപ്പോൾ പ്ലാസ്റ്റിക് കൂട് തപ്പി നടക്കുകയാണ്. അതാണ് പ്രശ്നം. അത് തിരിച്ചു കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് വളർന്ന അപകടകരമായ സ്ഥിതിയാണ്. നമ്മുടെ നാട്ടിലെ റോഡുകളും അതുപോലെ തോടുകളുമൊക്കെ ശുചീകരിച്ച് അവിടെയൊന്നും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടി കുറേ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും. ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും അത് ഈ അടുത്ത കാലത്ത് ഹൈക്കോടതിയുടെ ഉത്തരവും കൂടി വളരെ ഗൗരവമായി വന്നുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാനും മാലിന്യമുക്തമായ ഒരു പഞ്ചായത്താക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് സൂചിപ്പിക്കുക. മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതചര്യയുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായി മാറേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ട് അവയെ ചിട്ടയായി സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തുകൾ ഇതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ത്രിതല പഞ്ചായത്തുകൾ അവരുടെ അധീനതയിലുള്ള റോഡുകളും മറ്റ് പൊതുസ്ഥലങ്ങളും കൃത്യമായി വൃത്തിയോടെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തെരുവ് വിളക്കൽ കൃത്യമായി പരിപാലിക്കുക, റോഡിൻ്റെ ഇരു സൈഡുകളും
മനോഹരമാക്കി മാലിന്യങ്ങൾ വലിച്ചെറിയാത്ത വിധം ചപ്പുചവറുകൾ മാറ്റി വൃത്തിയാക്കി സൂക്ഷിക്കുക, അത് പൊതുസ്ഥലങ്ങൾ കൃത്യമായി വൃത്തിയായി സൂക്ഷിക്കുക, റോഡിൻ്റെ സൈഡിലുള്ള കാടും പടർപ്പുമൊക്കെ വെട്ടി വൃത്തിയാക്കുക. ഇതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യുമ്പോൾ തന്നെ ഒരു ശുചിത്വമാർന്ന അന്തരീക്ഷം ആളുകൾക്ക് ഫീൽ ചെയ്യുകയും അവിടേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ മനുഷ്യർ മടി കാണിക്കുകയും ചെയ്യും. അപ്പോൾ അത് പഞ്ചായത്തുകളുടെ ഒരു കൃത്യമായ ഉത്തരവാദിത്തമായി പഞ്ചായത്തുകൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ തന്നെ. തീർച്ചയായും നമ്മുടെ നാട്ടിൽ മാലിന്യ സംസ്കരണം ഒരു സംസ്കാരമാക്കി മാറ്റിയെടുക്കുന്നതിൽ എൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെയും എല്ലാ പിന്തുണയും ഉണ്ടാവും. എൻ്റെ വാർഡിൽ ഇത് കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ട എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഒരു അധ്യാപിക എന്ന നിലയിൽ തന്നെ പുതിയ തലമുറയ്ക്ക് ഈ കാര്യത്തിൽ ആവശ്യമായ ബോധവൽക്കരണം നടത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ വ്യക്തിപരമായും ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് നടത്തുന്ന എല്ലാ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും പിന്തുണയും ആശംസയും അറിയിക്കുന്നു. നന്ദി. മാലിന്യ സംസ്കരണം ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് മാലിന്യം സംസ്കരണത്തിൻ്റെ ഒരു ഭാഗം. പല വിധത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിവരുന്നുണ്ട്. അതിലൊന്ന് ഈ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾക്ക് ശരിക്കും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ അവർ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു 20% മാത്രമേ, അല്ലെങ്കിൽ ഒരു 80% പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെയുള്ള വീടുകളിലെ മറ്റു മാലിന്യങ്ങൾ, അതിന്നത്തെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞത് വലിച്ചെറിയുന്ന, അല്ലെങ്കിൽ അയൽവക്കക്കാരൻ്റെ പറമ്പിലേക്ക്, ആരുമില്ലാത്ത പറമ്പുകളിലേക്ക് മാറുക, അല്ലെങ്കിൽ റോഡുകളിലേക്ക് എറിയുന്ന ഒരു സമ്പ്രദായം. ഇതാണ് ഇന്നിപ്പം നടന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതിനൊക്കെയുള്ള ഒരു ബോധവൽക്കരണം, കൃത്യമായ ഒരു ബോധവൽക്കരണം, എൻ്റെ മാലിന്യം അല്ലെ എൻ്റെ വീടുകളിലെ മാലിന്യം ആ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്ന ഒരു ചിന്ത, എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് കമ്മിറ്റിയും അല്ലെങ്കിൽ ഈ വാർഡുകളിലൂടെയൊക്കെ നടക്കേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുമ്പോട്ട് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത വളരെ അത്യന്താപേക്ഷിതവും യുദ്ധകാലാടിസ്ഥാനത്ത് നടക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. തങ്ങൾ നടപ്പാക്കുന്ന ഓരോ നവീന ആശയത്തിനും തുടക്കത്തിനും ജില്ലാ ഭരണകൂടത്തിൻ്റെ പിന്തുണയും സഹകരണവും പഞ്ചായത്തിന് ലഭിക്കുന്നു. തെരുവോരങ്ങളിലും മിനി MCFകൾക്ക് സമീപവും മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി ബോധവൽക്കരണവും പിഴശിക്ഷയും നൽകി നാടിനെ രക്ഷിക്കാൻ രാത്രിയിലും മിഴിതുറക്കുന്ന CCTV സ്ഥാപിക്കാൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ 15 ലക്ഷം രൂപയാണ് അനുവദിച്ചു തരുന്നത്. ഡിവിഷൻ മെമ്പർ വൈശാഖിൻ്റെ വാക്കുകളിലൂടെ. നമസ്കാരം, എൻ്റെ പേര് PK വൈശാഖ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, കോട്ടയം കുറിച്ചി ഡിവിഷൻ. പഞ്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. എനിക്കൊന്ന് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും മാതൃകാകരമായി ഈ ഉറവിട മാലിന്യ സംസ്കരണമാകട്ടെ അല്ല പ്ലാസ്റ്റിക് മാലിന്യങ്ങളാകട്ടെ ഒക്കെ കൈകാര്യം ചെയ്യുന്നതിൽ പഞ്ചിക്കാട് പഞ്ചായത്ത് വളരെ ബഹുദൂരം മുൻപിലാണ് എന്നത് തന്നെയാണ് വസ്തുത. നമുക്കറിയാം, ആഗോളതലത്തിൽ തന്നെ വലിയ ഭീതിയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന് എല്ലാം വളരെ വലിയ രീതിയിൽ ഭീതി സൃഷ്ടിക്കുന്ന ഈ വിപത്തിനെ നേരിടേണ്ടത് വളരെ നമ്മുടെ എല്ലാവരുടെയും തന്നെ ഒരു കടമയാണ്. എനിക്കൊന്ന് ഹരിതകർമ്മ സേനയിലൂടെ വളരെ മികച്ച രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുകയും അത് കൃത്യമായി റീയൂസബിൾ ചെയ്യുന്നതിലും പഞ്ചിക്കാട് പഞ്ചായത്ത് വളരെ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർ നടക്കുന്ന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ പിന്തുണയുണ്ടെന്ന് അറിയിക്കുന്നു. നമുക്കറിയാം, വലിച്ചെറിയുന്ന ഒരു സംസ്കാരമായി നമ്മുടെയൊക്കെ ഇടയിൽ വരികയാണ്. എല്ലാവരും കൊണ്ട് നമ്മുടെ നാട്ടിലും നാടുവഴിയിലുമൊക്കെ കൊണ്ട് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് തടയേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. പ്രത്യേകിച്ച് കോവിഡ് പോലെ മഹാമാരികൾ നമ്മൾ കണ്ടു, പകർച്ചവ്യാധികളൊക്കെ നമ്മുടെ നാട്ടിൽ പടർന്ന് പിടിക്കുന്ന സാഹചര്യങ്ങൾ ഈ വലിച്ചെറിയൽ സംസ്കാരം മൂലം ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഭരണസമിതി നമ്മളോട് ആവശ്യപ്പെട്ടത് ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടെ സഹകരണത്തോടെ മുഴുവൻ സ്ഥലങ്ങളിലും, എനിക്ക് തോന്നുന്നു പഞ്ചായത്തിൻ്റെ വാർഡുകളിലെല്ലാം തന്നെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ഒരു പ്രൊജക്റ്റാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആനി മാമനും ഒപ്പം സെക്രട്ടറി ശ്രീ പ്രദീപ് സാർ അടക്കമുള്ള ആളുകളും ഭരണസമിതിയും നമ്മുടെ മുൻപോട്ട് വെച്ചത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായി തന്നെ ജില്ലാ പഞ്ചായത്ത് അതിനെ കണ്ടു. ഈ പ്രാവശ്യത്തെ ഡിവിഷൻ വീത ഫണ്ടിൽ നിന്ന് ഏകദേശം 15 ലക്ഷം രൂപ
നമ്മുടെ വാർഡുകളിൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയെ ഫലപ്രദമായി യൂസ് ചെയ്തുകൊണ്ട് റെസിഡൻഷ്യൽ അസോസിയേഷൻ പോലുള്ള സംഘടനകളെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് നടപ്പാക്കും. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴിയിൽ കൊണ്ട് മാലിന്യങ്ങൾ തള്ളുന്ന ആ വിപത്തിനെ ഞങ്ങൾ തീർച്ചയായിട്ടും പഞ്ചായത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തും കൂടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. ഈ വർഷം തന്നെ ഈ നിരീക്ഷണ ക്യാമറകൾ വഴിയിൽ സ്ഥാപിക്കുന്ന പ്രൊജക്റ്റ് ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് ഒപ്പം പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകൾ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളും മലിനപ്പെട്ടു കിടക്കുന്ന ജലാശയങ്ങളും സമൂഹത്തിൻ്റെ തീരാശാപമാണ്. അവനവൻ്റെ മാലിന്യം അവനവൻ്റെ ഉത്തരവാദിത്തമാക്കി ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരേണ്ടതാണ്. മാലിന്യം പൊതുനിരത്തിലേക്ക് തള്ളിയവരെ കണ്ടെത്തി പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് 1,80,000-ലധികം രൂപ പിഴ ഇതുവരെ ഈടാക്കിക്കഴിഞ്ഞു. വ്യാപാരി വ്യവസായികൾ അവരുടെ ബുദ്ധിമുട്ടുകൾക്കും ആശങ്കകൾക്കുമിടയിലും പഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പരിപാലന പഞ്ചായത്താക്കാൻ വേണ്ട സഹകരണം വാഗ്ദാനം ചെയ്യുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പനച്ചിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് KR വിശ്വംഭരൻ നായർ, ജനറൽ സെക്രട്ടറി ശ്രീ ജേക്കബ് പുളിമൂട്. ഇവിടെ പനച്ചിക്കാട് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ നിർമ്മാർജ്ജന പദ്ധതി ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു പരിപാടിയാണ്. പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് കവറുകൾ നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ യൂണിറ്റുകളോ ഒന്നും തന്നെ ഇല്ല. തുണിസഞ്ചി സംസ്കാരം വരുത്തുന്നതിന് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്ന നമ്മുടെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെയൊരു ഡോക്യുമെൻ്ററി പഞ്ചായത്ത് തയ്യാറാക്കി നടപ്പാക്കുന്ന എല്ലാവർക്കും ഉള്ള ബോധവൽക്കരണം നടപ്പാക്കുന്ന ഈ ഒരു പരിപാടിയോട് പരിപാടിക്ക് എല്ലാവിധ ആശംസയും അതോടൊപ്പം എല്ലാവിധ പിന്തുണയും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പേരിൽ അറിയിക്കുകയാണ്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിത കർമ്മസേന ശേഖരിച്ച വിവിധ തരം പ്ലാസ്റ്റിക് MCFലെത്തിച്ച് പ്ലാസ്റ്റിക് കത്തിച്ചാലുള്ള വിപത്തിനെ പറ്റിയുള്ള വരികൾ പാടി ഹരിത കർമ്മസേനാംഗങ്ങൾ. സാധ്യമോ മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. നമസ്കാരം, ഞാൻ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗമാണ്. എൻ്റെ പേര് പ്രിൻസി എന്നാണ്. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയാണ്. ഞങ്ങൾ ഈ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിന് 23 വാർഡുകളാണുള്ളത്. അവിടെ 2 പേര് വീതം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ സഹപ്രവർത്തകരാണ് ഈ ഇരിക്കുന്നത്. ഞങ്ങൾ നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നത്. വളരെ തുച്ഛമായ ഒരു യൂസർ ഫീയിലൂടെ എല്ലാ വീടുകളിലും ചെന്ന് പ്ലാസ്റ്റിക് എടുക്കുകയും അത് സെഗ്രിഗേറ്റ് ചെയ്ത് അതാത് തലങ്ങളിലേക്ക് ഞങ്ങൾ അയക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ 23 വാർഡിലുമുള്ള ഹരിതകർമ്മസേന ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിനെ ഏറ്റവും നല്ലൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഞങ്ങളോട് സഹകരിക്കാതെ നിൽക്കുന്നുള്ളൂ. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് അവരെയും ബോധവൽക്കരണം ചെയ്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറയുകയും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അജൈവ മാലിന്യം ശേഖരിക്കാനും യൂസർ ഫീ കളക്ട് ചെയ്യാനുമെത്തുന്ന ഹരിത കർമ്മസേനാ അംഗങ്ങളോട് ഭൂരിഭാഗം ജനങ്ങളും ഹൃദ്യമായ സ്വീകരണം നൽകി സഹകരിക്കുകയും ഊഷ്മളമായ ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നു. റിട്ടയർ ചെയ്ത നേവി ഉദ്യോഗസ്ഥൻ ശ്രീ ബാലകൃഷ്ണൻ്റെ വാക്കുകളിലൂടെ. ഞാൻ ബാലകൃഷ്ണൻ, ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ മാസം തോറും 50 രൂപ വീതം അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അതൊരു നഷ്ടമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് എല്ലാവരും അതിനോട് സഹകരിച്ച് നമ്മുടെ നാടും വീടും പരിസരവും
ശുചിയായി സൂക്ഷിക്കാനുള്ള ഒരു അവസരമെന്ന് കരുതി ഇതിനോട് എല്ലാവരും സഹകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മാലിന്യ സംസ്കരണത്തെപ്പറ്റി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായ ബിന്ദുമോൻ VR. 1956 കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ ഉണ്ടായതിൽ ഏറ്റവും മികച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹരിത കേരളം എന്ന പദ്ധതിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഹരിതകർമ്മസേന വിചാരിച്ചാൽ, അല്ല ഹരിതകർമ്മസേനയോടൊത്ത് നമ്മളെല്ലാം കൂടെ പ്രവർത്തിച്ചാൽ നമ്മുടെ ഈ പഴയ രീതിയിൽ നമ്മുടെ പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ വേമ്പനാട്ട് കായൽ വളരെയേറെ മലിനസപ്പെട്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഭാവിയിൽ എല്ലാം തന്നെ, അതായത് പണ്ടുണ്ടായിരുന്ന 88 വർഷങ്ങളിലുണ്ടായതുപോലെ ഒരു സാക്ഷരതാ യജ്ഞം പരിപാടി പോലെ തന്നെ ഇതിനെ പൊതുജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റം തന്നെ ഈ മേഖലയിൽ ഉണ്ടാവും. പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന കരുത്തുറ്റ വനിതയാണ് പ്രസിഡന്റ് ശ്രീമതി ആനി മാമൻ. പഞ്ചായത്ത് നടപ്പാക്കിയതും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ കർമ്മ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. കോട്ടയം ജില്ലയിലെ 23 വാർഡുകളുള്ള ഒരു വലിയ പഞ്ചായത്താണ് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പദ്ധതിയിലൂടെ നടപ്പാക്കാറുണ്ട്. എന്നാലും ജനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളും മാലിന്യ പ്രശ്നങ്ങളും ഓരോ ദിവസം കൂടിക്കൂടി വരുന്നതായി മനസ്സിലാക്കുന്നു. 23 വാർഡുകളിലുമായി 46 ഹരിതകർമ്മ സേനാംഗങ്ങളെ നിയോഗിച്ചുകൊണ്ട് അജൈവ മാലിന്യങ്ങൾ വീടുകൾ തോറും ശേഖരിക്കാൻ പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നു. അജൈവ മാലിന്യ സംസ്കരണം നടക്കുന്നതിനോടൊപ്പം തന്നെ വീടുകളിലെ ജൈവ മാലിന്യ സംസ്കരണം നടപ്പാക്കുന്നതിന് വളരെ അധികം പദ്ധതികൾ നടപ്പാക്കാറുണ്ട്. ഇതിൽ പ്രധാനമായും കമ്പോസ്റ്റ് പിറ്റ്, പൈപ്പ് കമ്പോസ്റ്റ്, കിച്ചൺ ബിൻ മുതലായവ. അതുപോലെ തന്നെ ശുചിത്വ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ശുചിത്വ കിണറിന് നെറ്റിടുന്ന പദ്ധതി ഏകദേശം 450ഓളം വീടുകൾക്ക് കൊടുക്കാൻ സാധിച്ചു. തുടർന്നും ആ പദ്ധതി പഞ്ചായത്തിലെ മുഴുവൻ ശുചിത്വ കിണറുകൾക്കും നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വനിതകളുടെ വീടുകളിൽ ഏറ്റവും മാലിന്യ പ്രശ്നമായി കാണപ്പെടുന്ന പാടിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനു വേണ്ടിയും വനിതകളിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയും മെൻസ്ട്രുവൽ കപ്പിൻ്റെ വിതരണവും ഈ പഞ്ചായത്തിൽ നടപ്പാക്കിയുണ്ടായി. ഏകദേശം 600ഓളം പേർക്ക് ഈ വർഷം മെൻസ്ട്രുവൽ കപ്പ് വിതരണം നടത്തി. എങ്കിലും പഞ്ചായത്തിലെ എല്ലാ വനിതകൾക്കും ശുചിത്വ ബോധം ഉണർത്താനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വേണ്ടി തുടർന്നും ആ പദ്ധതി നടപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മാലിന്യ സംസ്കരണത്തിന് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് മുൻകൈയെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ശുചിത്വ പഞ്ചായത്തും ആരോഗ്യമുള്ള ജനതയും വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ്. കേരളത്തിൽ തന്നെ ധാരാളം ഭക്തജനങ്ങൾ ഈ പഞ്ചായത്തിലെ നവരാത്രി മഹോത്സവത്തിന് എത്തിച്ചേരാറുണ്ട്. ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യവും ശേഖരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഈ 10 ദിവസവും അവിടെ നിയമിക്കുകയും ഹരിത നവരാത്രി ഉത്സവമാക്കി മാറ്റുകയും ചെയ്യുന്നു. അവർ ശേഖരിക്കുന്ന മാലിന്യം പിറ്റേ ദിവസം തന്നെ പഞ്ചായത്തിലേക്ക് എത്തിക്കുകയും അവിടുന്ന് ക്ലീൻ കേരളയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. അങ്ങനെ അനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുവാനും ഉദ്ദേശിക്കുന്നു. അത് നടപ്പാക്കുകയും ചെയ്യുന്നു. ആ ഡോക്യുമെൻ്ററി നടപ്പാക്കുന്നതിന് ഉദ്ദേശം എന്നാൽ നമ്മൾ നടപ്പാക്കുന്ന പദ്ധതികൾ കേരളത്തിലെ മറ്റു പഞ്ചായത്തുകളിലും അത് എത്തിക്കുക, മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കി തീർക്കാനുള്ള പ്രവർത്തനം പഞ്ചായത്ത് കാഴ്ചവെക്കുന്നുവെന്നും മറ്റുള്ളവരെ അറിയിക്കാനും സാധിക്കുന്നു. ഇതിനായി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റു ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്നിവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു. സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കോട്ടയം ജില്ലാ മേധാവി ശ്രീ ഷൈജു. ശരിയായ മാലിന്യ പരിപാലന സംസ്കാരവും ശുചിത്വ ബോധവും സംസ്കാരവും വളർത്തിയെടുത്ത് നാടിനെയും പ്രകൃതിയെയും രക്ഷിക്കാൻ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററിയും ഷോർട്ട് ഫിലിമും ചെയ്യുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു പഞ്ചായത്ത് നല്ല ഒരു സംസ്കാരത്തിലേക്ക് മാറുവാൻ
പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയും കാണിച്ച ഈ ആർജവം അഭിനന്ദനീയമാണ്. ഓരോ കുട്ടിയും ഓരോ വ്യക്തിയും ഈ ശുചിത്വ സംസ്കാരത്തിൻ്റെ അംബാസഡറാകുക എന്നാണ് അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ പ്രദീപ് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വശീല ഗ്രാമപഞ്ചായത്ത് എന്ന പദവിയിലെത്തിക്കാൻ പരിശ്രമിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. മാലിന്യ പരിപാലന ശുചിത്വ സംസ്കാരം ശീലമാക്കുവാൻ ഭരണസമിതിയോട് തോളോട് തോൾ ചേർന്ന് അദ്ദേഹം അക്ഷീണം പരിശ്രമിക്കുന്നു. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ശരിയായിട്ടുള്ള മാലിന്യ സംസ്കരണമില്ലാത്തത് മൂലം ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുന്ന മാരക രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. കേരളത്തിലെ സ്ഥിതിയും വിഭിന്നമല്ല. പക്ഷേ സർക്കാർ മുൻകൈയെടുത്ത് പല നല്ല പദ്ധതികളും തയ്യാറാക്കി ജനങ്ങളെ ഒരു ശുചിത്വ സംസ്കാരത്തിലേക്കും ശുചിത്വ ബോധത്തിലേക്കും എത്തിക്കുക എന്ന വലിയ ഒരു ചുമതലയാണ് പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ശുചിത്വ സംസ്കാരം നമ്മുടെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭരണസമിതി വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളിൽ ശുചിത്വബോധവും സംസ്കാരവും എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഓരോ വീടുകൾ തോറും കയറിയിറങ്ങി ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വരുന്നു. ഒരുപാട് മാറ്റങ്ങൾ ഈ പഞ്ചായത്തിലുണ്ടായിട്ടുണ്ട്. വെറുതെ നമ്മളിത് പറഞ്ഞാൽ മാത്രം പോരാ, ജനങ്ങളിലേക്ക് ഇത് എങ്ങനെ എത്തിക്കണം എന്നുള്ള ഒരു ചിന്ത കൂടെ നമ്മുടെ മുൻപാകെ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശുചിത്വ കിണറുകൾ, അതായത് തുറന്നു കിടക്കുന്ന കിണറുകൾക്ക് വലയിട്ട് കൊടുക്കുന്ന, അത് വൃത്തിയാക്കുന്ന പദ്ധതി ആസൂത്രണം ചെയ്ത് അങ്ങനെ ശുചിത്വ വഴിയോരം എന്നുള്ള പദ്ധതി, അതായത് റോഡിൻ്റെ ഇരുവശങ്ങളിലും നിൽക്കുന്ന പുല്ലുകൾ വെട്ടിക്കളഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതികൾ നമ്മൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പദ്ധതിക്ക് 23 വാർഡ് മെമ്പർമാരും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റും വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയാണ് നമുക്ക് ഇവിടെ തന്നുകൊണ്ടിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ വ്യാപാരി വ്യവസായി സമൂഹം അവർ നമ്മൾക്ക് വളരെയധികം സപ്പോർട്ട് തരുന്ന ഈ കാര്യത്തിൽ. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, സാർ കേരളത്തിലല്ല ഈ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഇത് ഇങ്ങോട്ട് വരുന്ന നിർത്താനായിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റില്ലേ? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ഉദ്യോഗസ്ഥരുടെ പരിമിതികളുണ്ട്, എങ്കിലും നമ്മൾ അവരുമായിട്ട് ചേർന്ന് അവരെ ബോധവൽക്കരിച്ച് വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായി ഈ വരുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ വരുന്ന മത്സ്യമോ മാംസമോ വാങ്ങാൻ വരുന്ന, പച്ചക്കറി വാങ്ങാൻ വരുന്ന ജനങ്ങൾ ആവശ്യത്തിന് കയ്യിൽ തുണിസഞ്ചി കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരമാകും. മത്സ്യവും മാംസവും വാങ്ങുവാൻ ഫുഡ് ഗ്രേഡ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു സംസ്കാരത്തിലേക്ക് വരണം. കാരണം നമ്മളിപ്പോൾ കണ്ടതാണ്, ബ്രഹ്മപുരത്ത് പുക കൊണ്ട് ശ്വാസം മുട്ടിപ്പിടയുന്ന ഒരുപാട് ജീവിതങ്ങളെ പലരും അവിടുന്ന് പലായനം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് എത്തരുത്. അതിനായിട്ട് നിങ്ങൾക്ക് മുമ്പാകെ നമ്മളൊരു ഷോർട്ട് ഫിലിം കൂടെ നിർമ്മിച്ച് കാണിക്കുന്നുണ്ട്. ആ ഷോർട്ട് ഫിലിമിൽ വലിയ ഒരു മെസ്സേജാണ് നമ്മൾ നൽകുന്നത്. ശുചിത്വം ഒരു ശീലമാക്കാനായിട്ടും മാലിന്യം വലിച്ചെറിയരുതെന്നും കത്തിക്കരുതെന്നും അവ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കണമെന്നും ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കണമെന്നും അങ്ങനെ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കുകയും അവർ അത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുകയോ മറ്റ് ഉപ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിനായി നമുക്ക് നിലവിൽ ഒരു മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻ്ററുണ്ട്. അതുകൂടാതെ ഇത്രയധികം സാധനങ്ങൾ വരുമ്പോൾ അത് ബെയിലിംഗ് മെഷീനിൽ കൂടെ ബെയില് ചെയ്ത് സൂക്ഷിക്കാനായിട്ടും അതുവഴി നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു വരുമാനം ഉണ്ടാകുന്നതിനും ഉള്ള പ്രോജക്റ്റായിട്ട് നമ്മൾ 50 സെൻറ്റ് സ്ഥലം ഇപ്പോൾ MCFനായിട്ട് പുതുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മേഖലകളായിട്ട് തിരിച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹരിതകർമ്മസേനയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനായിട്ട് 2 ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങാനുള്ള പ്രോജക്റ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല ഒരു സംസ്കാരം വളർത്തിയെടുത്ത് ശുചിത്വബോധം ജനങ്ങളിൽ എത്തിക്കുക, കുഞ്ഞുങ്ങളിൽ കൂടി ശുചിത്വബോധം മറ്റുള്ളവരിലേക്ക് പകരുക എന്ന വലിയൊരു ആശയമാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. ഈ ആശയങ്ങൾക്ക് എനിക്ക് എല്ലാവിധ പിന്തുണയും എൻ്റെ ഭരണസമിതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ആൾക്കാരും ഈ ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന് ശുചിത്വശീലമുള്ളവരാകുക, വൃത്തിയുള്ളവരാകുക, ശുചിത്വ സംസ്കാരത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളാകുക. നമ്മുടെ പ്രകൃതിയെയും ഭൂമിയെയും
മാലിന്യത്തിൽ നിന്നും പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ നിന്നും അവ കത്തിക്കലിൽ നിന്നും രക്ഷിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഓരോ കുട്ടിയെയും ശുചിത്വ അംബാസഡർമാരാക്കുക എന്നതാണ്. അവരുടെ വീട്ടിലും അയൽ വീട്ടിലും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്നില്ല, അവ കത്തിക്കുന്നില്ല എന്നുറപ്പാക്കാൻ ശീലങ്ങളുടെ നവഗ്രാമം എന്ന ഷോർട്ട് ഫിലിമിലൂടെ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നു. പഞ്ചായത്ത് നിർമ്മിച്ച ഈ ഷോർട്ട് ഫിലിമിലൂടെ ലഭിക്കുന്ന വലിയ സന്ദേശം ഉൾക്കൊണ്ട് തുടർച്ചയായ 1 മാസം ഓരോ കുട്ടിയും അവരുടെ വീടുകളിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എത്തുന്നില്ല എന്നും കത്തിക്കുന്നില്ല എന്നും ഉറപ്പാക്കിയാൽ അതിലും വലിയ മറ്റൊരു ക്യാമ്പയിൻ ഇല്ല എന്ന് പഠനം നടത്തിയതായി സെക്രട്ടറി പറയുന്നു. ശുചിത്വശീല സന്ദേശം ഇതിവൃത്തമാക്കി ചാക്യാർ എന്ന കഥാപാത്രം കുട്ടികളിലൂടെ സംവദിക്കുന്ന ഷോർട്ട് ഫിലിമിലൂടെ പഞ്ചായത്ത് ജനങ്ങളിലേക്കെത്തുകയാണ്. ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കലക്ടർ ശ്രീമതി PK ജയശ്രീ IAS. മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വികസന മുന്നേറ്റം നടത്തുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും വളരെയധികം വർദ്ധിക്കുകയാണ്. ഓരോ വ്യക്തിയും എന്നാൽ കഴിയും വിധം പ്രകൃതിയിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കുറയ്ക്കുമെന്ന് പ്രതിജ്ഞ എടുത്താൽ തന്നെ അല്പവർഷങ്ങൾക്കുള്ളിൽ നമുക്ക് പ്രകൃതിയുമായൊരു സന്തുലനത്തിൽ എത്താൻ സാധിക്കും. പൊതു ഇടങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളാണ് ലെഗസി വേസ്റ്റായി മാറുന്നത്. ഈ ലെഗസി വേസ്റ്റ് തരംതിരിക്കുക എളുപ്പമല്ല, ഒട്ടും സാധ്യമല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ഭക്ഷണ വേസ്റ്റും അന്ന് പൊട്ടിച്ച പ്ലാസ്റ്റിക് കവറുകളും എല്ലാം കൂടെ ചേർത്ത് ഒരു ബക്കറ്റിലേക്കോ ഒരു ബാസ്ക്കറ്റിലേക്കോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെ അത് വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെ ഇത് ചെയ്തെടുക്കും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം തരംതിരിച്ച് മാലിന്യം വീടുകളിൽ, സ്ഥാപനങ്ങളിൽ, ഓഫീസുകളിൽ എല്ലാം തരംതിരിച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ജൈവമാലിന്യം പ്രത്യേകമായി സൂക്ഷിക്കുകയും അത് പ്രത്യേകമായി സംസ്കരിക്കാൻ സാധിക്കുന്നവർ ആ വീടുകളിൽ തന്നെ സംസ്കരിച്ച് കമ്പോസ്റ്റാക്കി മാറ്റുകയും അല്ലാത്തവർ കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിങ്ങിനായി അത് കൈമാറുകയും ചെയ്യേണ്ടതുണ്ട്. അജൈവ മാലിന്യം ഓരോ വീട്ടിലും ഒന്നിച്ച് ശേഖരിക്കാം. അജൈവ മാലിന്യം ഡ്രൈ ആയിട്ട് നനവില്ലാതെ നിങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ. അത് സമൂഹത്തിന് ചെയ്യുന്ന ഒരു വലിയ സേവനമാണ് അവർ ചെയ്യുന്നത്. അവർക്കിത് കൃത്യമായി കൈമാറണം. അവരുമായി സഹകരിക്കുകയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമല്ല, അത് എളുപ്പമാണ്. ഞാൻ എൻ്റെ വീട്ടിലെ അജൈവ മാലിന്യം വൃത്തിയായി തന്നെ വേർതിരിച്ച് തന്നെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൈമാറും എന്ന് ഓരോ വീടും ഉറപ്പിച്ചു കഴിഞ്ഞാൽ പുതുതായി ഒരു ലെഗസി മാലിന്യം ഉണ്ടാകുന്നേയില്ല. പഴയ ലെഗസി മാലിന്യം ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യപ്പെടുകയും പുതിയവ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതി തനിയെ വൃത്തിയാവും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ മാലിന്യം തരംതിരിച്ച് സൂക്ഷിക്കേണ്ട ആവശ്യകത നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. പ്ലാസ്റ്റിക്കും മറ്റ് അജൈവ മാലിന്യവും വേർതിരിച്ചും ജൈവമാലിന്യം വേർതിരിച്ച് കമ്പോസ്റ്റ് ചെയ്ത് വളമാക്കി വീട്ടിലെ കൊച്ചു പൂച്ചെടികൾക്കായാലും പച്ചക്കറിക്കായാലും ഉപയോഗിച്ച് അങ്ങനെ നിങ്ങളുടെ വീടിനുള്ളിലും വീടിന് പരിസരവും കൃത്യമായി വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ വീടും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രദേശം മുഴുവൻ ശുചിയുള്ളതായിത്തീരും. അജൈവ മാലിന്യം ശേഖരിക്കാനും സംസ്കരിക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരത് ചെയ്യും. പക്ഷെ അതവർക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അജൈവ മാലിന്യം വേർതിരിച്ച് തന്നെ നൽകേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് എന്ന മാലിന്യം, പ്ലാസ്റ്റിക് കത്തിച്ചുകൂടാ എന്ന് എത്രയോ നിയമങ്ങളിലൂടെ നമ്മൾ അനുശാസിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഡയോക്സിൻ എന്ന വിഷവാതകം നമ്മുടെ വായുവിനെ അപ്പാടെ മലിനീകരിക്കുകയാണ്. ഓരോ വീട്ടുകാരനും അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഓരോ വീട്ടിലെ ഒരാളും കരുതുന്നത് ഞാൻ 1-2 പ്ലാസ്റ്റിക് കവർ കത്തിച്ചാൽ എന്ത് സംഭവിക്കാനാണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾ ശ്വസിക്കുന്ന വായുവും അയൽക്കാരൻ ശ്വസിക്കുന്ന വായുവും തമ്മിൽ ഒരു ബൗണ്ടറിയുമില്ല എന്നുള്ളത്. വായു മലിനീകരണം ഒരു വ്യക്തി ചെയ്താൽ അത് ആ പ്രദേശത്തെ, ആ ഭാഗത്തെ വായു ഒന്നാകെ മലിനീകരിക്കപ്പെടുകയാണ്. ജലം അങ്ങനെ തന്നെ. പുഴ മലിനീകരിക്കപ്പെട്ടാൽ ആ
മാലിന്യം ഇടുന്നിടത്ത് മാത്രമല്ല, അതിന് ചുറ്റുമുള്ളവരുടെ എല്ലാ ജലസ്രോതസ്സും മലിനമാക്കപ്പെടും. ഓരോ ജീവിക്കും അവരവരുടേതായ ഇടമുണ്ട്. വേസ്റ്റ് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ നിൽക്കുന്ന ചെടികളെയാണ് നിങ്ങൾ ദ്രോഹിക്കുന്നത്. അതും ഓർമ്മ വേണം. അപ്പോൾ ശാസ്ത്രീയമായ രീതികളിലൂടെ മാലിന്യം സംസ്കരിക്കാനുള്ള മാർഗം, അതിനെ മാലിന്യം അധികം ഉൽപ്പാദിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായ മറ്റൊരു മാർഗം. അത് ചെയ്യാൻ നമുക്ക് സാധിക്കും. കടയിലേക്ക് സാധനം മേടിക്കാൻ പോകുമ്പോൾ ഒരു തുണിസഞ്ചി ഉപയോഗിക്കുക, അതിൽ വാങ്ങിക്കൊണ്ടുവരിക. എന്തിനാണ് പ്ലാസ്റ്റിക് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് കവറുകളെ നമുക്ക് ത്യജിക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മളാലാവുന്നത് കൃത്യമായി ചെയ്താൽ അല്പനാളുകൾക്കുള്ളിൽ നമുക്ക് ശുചിയായ അജൈവ മാലിന്യങ്ങൾ അധികം കുമിഞ്ഞുകൂടാത്ത ഒരു ചുറ്റുപാട്, ഒരു പ്രകൃതി ഉണ്ടാകും. മാലിന്യം കൃത്യമായി സംസ്കരിക്കുകയും നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം കൃത്യമായി എല്ലാവരും നിർവഹിക്കേണ്ടതുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ ഓർക്കുക, അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്യുക. എല്ലാവരും മാലിന്യമുക്ത കേരളം എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ, നമ്മളെല്ലാവരും ഒന്നിച്ച് നടന്നെടുക്കാൻ സാധിക്കട്ടെ. മാലിന്യം എന്നത് നമ്മൾ കൃത്യമായി അത് സംസ്കരിക്കാതിരിക്കുമ്പോഴാണ് അത് മാലിന്യം എന്ന് നമ്മൾ പറയുന്നത്. അതിനെ ഉപയോഗപ്പെടുത്തിയാൽ ഒരു വസ്തുവും മാലിന്യമാകുന്നില്ല. കൃത്യമായ രീതിയിൽ അതിനെ വിനിയോഗിക്കുക, പ്രകൃതിയിലേക്ക് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക, ഇതാണ് ഏറ്റവും വലിയ സന്ദേശം. ഇത് പ്രാവർത്തികമാക്കിക്കൊണ്ട് അവനവൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങി അവനവൻ്റെ ചുറ്റുപാടുകളും അവനവൻ പെരുമാറുന്ന സ്ഥാപനങ്ങളും എല്ലാം ഇത് പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാൻ ഓരോ പൗരനും ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങൾ നിർവഹിച്ചേ മതിയാവും. അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ നിഷ്കാസിതനാകുന്ന ഒരു കാലം വന്നു ചേർന്നേക്കാം. ശുദ്ധവായു ശ്വസിക്കാവുന്ന, ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്ന, പ്രകൃതിയോട് ഒത്തുജീവിക്കുവാനുള്ള മനുഷ്യൻ്റെയും സകല ജീവജാലങ്ങളുടെയും അവകാശത്തെ നെഞ്ചോട് ചേർത്ത് കേരള സർക്കാരിൻ്റെയും ശുചിത്വ മിഷൻ്റെയും സഹകരണത്തോടെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് കുട്ടികളിലൂടെ ഈ ശുചിത്വശീല സന്ദേശം ജനങ്ങളിലേക്കെത്തിച്ച് മാലിന്യമുക്ത നവകേരളം പടുത്തുയർത്താം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. മാലിന്യ പരിപാലന ശുചിത്വ സംസ്കാരം ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. വളർന്നുവരുന്ന തലമുറകൾ രോഗമുക്ത സമൂഹമാകുവാൻ, ആരോഗ്യകരമായ ജീവിതം നയിക്കുവാൻ മാലിന്യവും പ്ലാസ്റ്റിക്കും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഉത്തമശീലങ്ങളുള്ള ജനതയാവാം. സ്വച്ഛസുന്ദരമായ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാം.